റൈനാന്റെ എനി വുമൺ എന്ന് പറയുന്ന പോയമാണ് നമ്മൾ നോക്കുന്നത്. I am the pillars of the house, the keystone of the arch am I, take me away, roof and wall would fall to ruin me utterly. ഒരു വീടുമായിട്ട് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു അമ്മയെ കമ്പയർ ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഒരു വീടിന്റെ പില്ലേഴ്സ് ഞാനാകുന്നു, ആ ഒരു ആ ഒരു ആർച്ചിലെ കീസ്റ്റോൺ ഞാനാകുന്നു. അതായത് ഒരു വീടെന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പില്ലർ ഇല്ലെങ്കിൽ ആ വീട് നിലനിൽക്കില്ല അല്ലെ. അതുപോലെ ഒരു ആർച്ചിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കീസ്റ്റോൺ. ഇതൊന്നും ഇല്ലാതെ ആ വീടിനൊരു നിലനിൽപ്പില്ല. അതുപോലെ തന്നെ ലൈക്ക് വൈസ് ആ ഒരു അമ്മയില്ലാതെ അല്ലെങ്കിൽ വുമൺ ഇല്ലാതെ ആ ഒരു ഫാമിലിയും നിലനിൽക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ടേക്ക് മീ അവേ റൂഫ് ആൻഡ് വാൾ വുഡ് ഫാൾ ടു റൂയിൻ മീ അട്ടർലി. എന്നെ എടുത്ത് മാറ്റിയാൽ റൂഫും വാളും എല്ലാം എന്താകും, അതും നശിക്കും, ഞാനും നശിച്ചു പോകും. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ ടേക്ക് മീ അവേ ഫ്രം മൈ ഫാമിലിയിൽ നിന്ന് എന്നെ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ മൈ ഫാമിലി ആൻഡ് ഐ വിൽ റൂയിൻ മീ അട്ടർലി. ഞാനും എൻ്റെ ഫാമിലിയും ഇല്ലാതെയായി പോകും. ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത് എന്ന് പറഞ്ഞാൽ നെരിപ്പോട്, അടുപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അവിടെ ഈ തണുപ്പ് കാലങ്ങളിൽ ചൂട് കായാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അവിടെ ഇരിക്കും അല്ലേ. ഇത് കൂടുതലും ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കമ്പയർ ചെയ്തിട്ടുള്ള പോയംസ് ആകുമ്പോൾ അവിടെ കൂടുതൽ തണുപ്പ് കാലമാണല്ലോ. അപ്പോൾ ഹെർത്ത് നെരിപ്പോടുണ്ടാവും വീടിൻ്റെ അകത്ത് അവർക്ക് തീ കായാൻ വേണ്ടിയിട്ട്. സോ ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ. സണ്ണിൻ്റെ ആ ഒരു ചൂടൊക്കെ കേൾക്കുന്നൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതൊക്കെ അവർക്ക് അത്യാവശ്യമാണ് ആ തണുപ്പ് സമയങ്ങളിൽ. ആൻഡ് ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാർംസ് ദ എർത്ത്. ഭൂമിയെ ചൂടാക്കി നിർത്തുന്ന ഹീറ്റ് ഞാനാണ്. വിച്ച് എൽസ് വെർ കോൾഡർ ദാൻ എ സ്റ്റോൺ. ഞാനില്ലായിരുന്നെങ്കിൽ അതെല്ലാം ഒരു കല്ല് പോലെ തണുത്ത്. കല്ലിനെന്താണ്, കല്ലിന്റെ ഇതെന്താണ് ഫീലിങ്സ്, തണുപ്പാണ്. അതുപോലെ തണുത്ത് ഉറച്ചു പോയേനും. അപ്പൊ ആ ഒരു എനർജി സോഴ്സ് എന്ന് പറയുന്നത്, എൻ്റെ ഫാമിലിയിലെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഞാനാണ്. ഞാനില്ലായിരുന്നെങ്കിൽ എൻ്റെ ഫാമിലിയും കോൾഡർ ആയി പോയേനെ. അറ്റ് മീ ദ ചിൽഡ്രൻ വാം their hands, I am the light of love alive. Without me call the hearthstone stands, nor could the precious children thrive. എൻ്റെ അടുത്ത് വന്നിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അവരുടെ കൈയെല്ലാം തീ കാഞ്ഞ് ചൂടാക്കി നിർത്തുന്നത്. അവരുടെ ലൈറ്റ് ഓഫ് ലവ് ഞാനാണ്. ഞാനില്ലായിരുന്നെങ്കിൽ, അതായത് ആ അടുപ്പിൽ തീയില്ലെങ്കിൽ അടുപ്പ് തണുത്ത് വിറച്ച് കിടക്കില്ലേ, അതേപോലെ തണുത്ത് വിറച്ച് എൻ്റെ ഫാമിലി നിന്നേനെ. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്. എൻ്റെ അത്രയും വിലപ്പെട്ട കുട്ടികൾക്ക് പോലും ഞാനില്ലാതെ ആ ഒരു ഫാമിലിയിൽ താങ്ങാൻ പറ്റില്ല, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. I am the twist that holds together the children in a sacred ring, the knot of love from whose close tether no lost child goes a wandering. അവരെ ഒന്നിപ്പിച്ച് നിർത്തുന്ന അദൃശ്യമായിട്ടുള്ള ഒരു റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ആ ട്വിസ്റ്റ്, ആ ഒരു കെട്ട്, നോട്ട് ഓഫ് ലവ്, ഇതൊക്കെ ഞാനാണ്. ഞാനില്ലായിരുന്നെങ്കിൽ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്തേനേയും, അലഞ്ഞു തിരിഞ്ഞു പോയേനേയും അല്ലെ, വാണ്ടറിങ്. അപ്പോൾ എൻ്റെ ഫാമിലിയെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് എലമെന്റ് എന്ന് പറയുന്നത് വുമൺ ആണ്, ഞാനാണ് എന്ന് പറയുന്നു. ദെൻ ഐ ആം ദ ഹൗസ് ഫ്രം ദ ഫ്ലോർ ടു റൂഫ്. ഈ ഒരു വീടിന്റെ അടിമുടി ഞാനാണ്. അതായത് എവിടെ നോക്കിയാൽ ഈ വീട് തന്നെ ഞാനാകുന്നു. ഐ ടേക്ക് ദ വാൾസ്, ദ ബോർഡ് ഐ സ്പ്രെഡ്, ഐ സ്പിൻ ദ കർട്ടൻസ്, വാർപ്പ് ആൻഡ് വൂഫ് ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ്. അതായത് വാൾസ് റെഡിയാക്കുന്നതും, ബോർഡ്, മരത്തിന്റെ ബോർഡ് ആയിരിക്കും അവിടെ വീടുകളിൽ വിരിച്ചിട്ടുണ്ട്, ആ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ബോർഡ് വിരിക്കുന്നതും കർട്ടൻ സ്പിൻ ചെയ്യുന്നതും, വാർപ്പ് ആൻഡ് വൂഫ് എന്ന് പറയുന്നത് ആ കർട്ടൻ സ്പിൻ ചെയ്യുന്നതിനെ ഉപമിച്ചേക്കുന്നതാണ്. ആൻഡ് ഷേക്ക് ദ ഡൗൺ ടു ബി ദെയർ ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ പക്ഷി കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആദ്യം മരച്ചില്ലകളൊക്കെ വെച്ചിട്ട് കൂടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ ഭാഗം സോഫ്റ്റർ ആക്കാൻ വേണ്ടിയിട്ട്, നല്ല സുഖത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് അത് അതിൻ്റെ ദേഹത്തു നിന്നുള്ള തൂവൽ കൊത്തിപ്പൊഴിച്ച് അവിടെ സോഫ്റ്റ് ആക്കി വെക്കാറുണ്ട്. അപ്പൊ ഷേക്ക് ദ ഡൗൺ ടു ബി ദർ ബെഡ് എന്ന് പറയുന്നത് അതുമായിട്ട് ഉപമിച്ചേക്കുന്നതാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാൻസ ഇതിലേത്. ഐ ആം ദർ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അവരെ രക്ഷിക്കുന്നത് ഞാനാണ്. ദർ ഡോർ അഗെയിൻസ്റ്റ് വിൻഡ് ആൻഡ് സ്നോ. വിൻഡിൽ നിന്നും സ്നോയിൽ നിന്നും, അതായത് എല്ലാ ഡേഞ്ചേഴ്സിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞാനാണ്, ലൈഫിൽ അവർ ഫേസ് ചെയ്യുന്ന ഡേഞ്ചേഴ്സിൽ നിന്നും. വുമൺ ലെയ്ഡ് ഇൻ എ മാങ്കർ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഇവിടെ ലാസ്റ്റ് ലൈൻസിൽ ഉദ്ദേശിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിനോടുള്ള ഒരു പ്രയർ ആണ്. മാങ്കർ, കാലിത്തൊഴുത്തിൽ ജനിച്ചത് ആരാണ്? ജീസസ് ക്രൈസ്റ്റ് ആണല്ലോ. അപ്പോൾ അങ്ങോട്ട് അദ്ദേഹത്തോട് അല്ലെങ്കിൽ ദൈവത്തോടൊരു പ്രാർത്ഥനയാണ്, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. എൻ്റെ കുട്ടികൾ വളർന്ന് വലുതാകുന്നത് വരെയെങ്കിലും നീ എന്നെ അങ്ങോട്ട് വിളിക്കല്ലേ, അതായത് എനിക്ക് മരണം സംഭവിക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ, അമ്മയ്ക്കുള്ളൂ. ഏതൊരു അമ്മയ്ക്കും അങ്ങനെയായിരിക്കും. അതായത് ആ അമ്മയില്ലാതെ ആ കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്യില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഏതൊരു അമ്മയുടെയും പ്രാർത്ഥന എന്തായിരിക്കും, പറക്കമുറ്റാതെ എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെയെങ്കിലും
എനിക്ക് നീ ആയുസ് തരണേ എന്നായിരിക്കും. അപ്പൊ അത് തന്നെയാണ് ഈ ഇവിടെയും ഒരു അമ്മയുടെ പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയമാണ്. ആദ്യത്തെ 2 യൂണിറ്റാണ് ഏകദേശം നമുക്ക് ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുണ്ടാകുക. അതിൽ ഈ പോയത്തിൽ നിന്ന് ലൈൻ ബൈ ലൈൻ മീനിങ് എന്തായാലും ചോദിക്കും. നന്നായിട്ട് പഠിച്ചു വെക്കണം, നന്നായിട്ട് എഴുതാൻ പഠിക്കണം, ലാംഗ്വേജ് നിങ്ങൾ മെച്ചപ്പെടുത്തണം കേട്ടോ. താങ്ക് യു.